എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ ഒരു ലോങ് അവധിയൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും നാളെ മാർക്കറ്റിലേക്ക് പ്രവേശിക്കുകയാണ്. മാർക്കറ്റിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ മാർക്കറ്റ് ഒരു റിവേഴ്സൽ ആയി എന്നുള്ളതാണ് ചിന്തിക്കാൻ കഴിയുന്നത്. കാരണം കഴിഞ്ഞ വെള്ളിയാഴ്ച ഒഴികെ ബാക്കിയുള്ള 4 സെഷനുകളിലും മാർക്കറ്റായ ഡോ ജോൺസും അതുപോലെ നാസ്ഡാക്ക് വെള്ളിയാഴ്ചയും ഡൗൺ തന്നെയാണ്. അതേസമയം ഡോ ജോൺസ് കഴിഞ്ഞ 4 ദിവസവും ഡൗണിലായിരുന്നു ക്ലോസ് ചെയ്തത്. വെള്ളിയാഴ്ച മാത്രം സ്ലൈറ്റ്ലി ഒരു 1.5% റിക്കവർ ചെയ്തു എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ അമേരിക്കൻ മാർക്കറ്റുകളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നെഗറ്റീവിലാണ്. പക്ഷേ അപ്പോഴും നമ്മുടെ മാർക്കറ്റ് വല്ലാതെ താഴെ പോകാതെ സ്ലൈറ്റ്ലി ചെറിയ വീക്കിലി നമ്മൾ നോക്കുകയാണെങ്കിൽ സെൻസെക്സ് ഒരു 503 പോയിൻറ്റ് മാത്രമാണ് 4 സെഷനിൽ, അതായത് നമ്മൾ കഴിഞ്ഞ ആഴ്ച 4 ദിവസമാണ് ഉണ്ടായിരുന്നത് മാർക്കറ്റ്. ആ 4 ദിവസത്തിൽ വീക്കിലി പെർഫോമൻസ് 503 പോയിൻ്റാണ് ഡൗൺ ആയിട്ടുള്ളൂ. അതേസമയം നിഫ്റ്റി 155 പോയിൻറ്റും, അതായത് ശതമാനത്തിൽ നോക്കുകയാണെങ്കിൽ 0.70%. ഓക്കെ, 3/4% മാത്രമേ നിഫ്റ്റി താഴ്ന്നിട്ടുള്ളൂ. അതേപോലെ തന്നെ സെൻസെക്സ് നോക്കുകയാണെങ്കിലും 67.5 ആണ്, 5% താഴ്ന്നിട്ടുള്ളൂ. 503 പോയിൻറ്റിൻ്റെ ഇടിവുണ്ടായി 73,828 ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതേസമയം നിഫ്റ്റി ഈ കഴിഞ്ഞ ആഴ്ച 155 പോയിൻറ്റ് ഇടിഞ്ഞ് 22,397 സെറ്റിലായിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കണക്ക് വെച്ച് നോക്കുമ്പോൾ ഇവിടെ വേറൊരു കാര്യം എടുത്തു പറയാനുള്ളത്, ഈ ഡോ ജോൺസും നാസ്ഡാക്കൊക്കെ മുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മാർക്കറ്റ് ഒരുപാട് താഴത്തേക്കാണ് വന്നുകൊണ്ടിരുന്നത്. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് FIERസിൻ്റെ സെല്ലിംഗ് തന്നെയാണ്. പക്ഷേ ഈ FIERസിൻ്റെ സെല്ലിങ്ങിലും DIERS ബൈ ചെയ്ത് അവിടെ മാർക്കറ്റിനെ സ്റ്റേബിളാക്കി എന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ചത്തെ ടോട്ടൽ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ മാർക്കറ്റിൻ്റെ പരമാവധി താഴാനുള്ളതൊക്കെ താന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാനുള്ളത്. ഇനിയും താഴത്തേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ 22,383 എന്നുള്ള ആ ഒരു റേഞ്ചിൽ നിന്നും കഴിഞ്ഞ ആഴ്ച ക്രിയേറ്റ് ചെയ്ത 22,250 ടു 21,950 ആ റേഞ്ചിലൊക്കെ സപ്പോർട്ട് എടുക്കും. അതിനും താഴെ പോയാലാണ് നമുക്ക് പേടിക്കാനുള്ളൂ. പക്ഷേ ഈ ഒരു അവസ്ഥയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ ഒരു എം പാറ്റേൺ ഫോം ആകുന്ന രൂപത്തിലുണ്ട്. ഓക്കെ, നമുക്ക് ചാർട്ടിലേക്ക് പിന്നീട് വരാം. ഏതായിരുന്നാലും കഴിഞ്ഞ ആഴ്ചയിൽ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ നിഫ്റ്റി, നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് ഒരു സ്റ്റേബിളായിട്ടാണ് ഉള്ളത്, ഒരു സ്ഥിരമായ ഒരു നിലയിലാണുള്ളത്. വല്ലാതെ ഡൗൺ സൈഡിലേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ആഴ്ചയിലുണ്ടായിരുന്ന പോസിറ്റീവ് ഘടകങ്ങളിൽ ഇന്ത്യ കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ അതൊരു നല്ല പോസിറ്റീവ് ആയിരുന്നു. 3.6 അതിൻ്റെ ഡാറ്റ. എസ്റ്റിമേറ്റ് 4.4 ആയിരുന്നു. അത് കഴിഞ്ഞ ബുധനാഴ്ച അതോടൊപ്പം തന്നെ USA ഇൻഫ്ലേഷൻ ഡാറ്റ വന്നിരുന്നു. അത് 2.8 അവർ എക്സ്പെക്റ്റേഷൻ ചെയ്തത് 2.9. പ്രീവിയസ് അത് 3 അതും ഒരു നല്ലൊരു പോസിറ്റീവ് ഘടകം തന്നെയാണ്. പക്ഷേ അത് ആ ഒരു പോസിറ്റീവ് ഘടകമായിട്ടും മാർക്കറ്റിൽ അത് റിഫ്ലക്റ്റ് ചെയ്തില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യയുടെ IIP ഡാറ്റ വന്നിരുന്നു. 7 മാസത്തെ ഹൈയാണ് വന്നത്, 5%. പ്രീവിയസ് വന്നിട്ട് 3.5 മറ്റൊരു പോസിറ്റീവ് ഘടകം എന്ന് പറയുന്നത് ക്രൂഡ് ഓയിലാണ്. ക്രൂഡ് ഓയിൽ ഒരു 66 to 70 ആ ഒരു റേഞ്ചിൽ തന്നെ നിൽക്കുകയാണ്. അതേപോലെ ഡോളർ ഇൻഡെക്സ് 103.50 നിൽക്കുന്നു. മറ്റൊന്ന് എടുത്തു പറയേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിൽ DIERസിൻ്റെ കണ്ടിന്യൂ ബയ്യിങ് ആണ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിനെ താങ്ങി നിർത്തുന്നത് എന്ന് വേണമെങ്കിൽ ഒറ്റ വാക്കിൽ പറയാം. ഇനി കഴിഞ്ഞ ആഴ്ചയിലെ നെഗറ്റീവ് ന്യൂസുകളിലേക്ക് വരികയാണെങ്കിൽ ആ നെഗറ്റീവ് ന്യൂസുകളായിട്ട് ഉണ്ടായിരുന്നത് മെയിനായിട്ട് ട്രംപിൻ്റെ താരിഫ് നയം തന്നെയാണ്. കാനഡ, മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങൾക്ക് 25% സ്റ്റീലിനും അലുമിനിയത്തിനൊക്കെ അത് നിലവിൽ വന്നു. അതേപോലെ ചൈനയുടെ 10%. മറ്റൊരു കാര്യം ട്രംപ് പറഞ്ഞിരിക്കുന്നത് USA ലിക്കറിന് 150% താരിഫ് ഇന്ത്യയിൽ നിന്ന് കളക്ട് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രഷറാണ്. അത് എത്രത്തോളം അത് നമ്മുടെ മാർക്കറ്റിൽ ഇമ്പാക്റ്റ് ചെയ്യും
എന്നുള്ളത് നമുക്ക് കണ്ടറിഞ്ഞ് കാണണം. മറ്റൊന്ന് വരാനിരിക്കുന്ന റെസിപ്രോക്കൽ താരിഫാണ്. അത് ഇനിയും സമയമുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ സെക്ടർ ബേസിൽ നോക്കുകയാണെങ്കിൽ എല്ലാ സെക്ടറുകളും 13 സെക്ടറുകളും ഡൗണിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതിൽ പ്രത്യേകിച്ചും മീഡിയ, റിയാലിറ്റി, അതേപോലെ IT ഇതെല്ലാം തന്നെ 2-4% ഡൗൺ ആയിരിക്കുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് വീക്ക് പ്രധാന ഇവൻറ്റുകളിലേക്ക് വരികയാണെങ്കിൽ മൺഡേ മാർച്ച് 17, അതായത് നാളെ 12 PM ഉച്ചയ്ക്ക് 12 മണിക്ക് ഇന്ത്യയുടെ WPI ഇൻഫ്ലേഷൻ ഡാറ്റ വരുന്നുണ്ട്. നിലവിൽ 2.31 ഫോർകാസ്റ്റ്, അതായത് എക്സ്പെക്റ്റ് ചെയ്യുന്നത് 2.4. അന്ന് തന്നെ ഈവനിങ് 6 PM USA റീറ്റെയിൽ സെയിൽസ് വരുന്നുണ്ട്. അതൊരു പ്രധാന ഡാറ്റ, ഒരു പ്രധാന ഇവൻ്റാണ്. അത് പ്രത്യേകം വാച്ച് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. മറ്റന്നാൾ, അതായത് ചൊവ്വാഴ്ച 6:45 PM USA ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഡാറ്റ വരുന്നുണ്ട്. അതും നമുക്ക് വാച്ച് ചെയ്യണം. ഇനി മാർച്ച് 19 വെനസ്ഡേക്കാണ് രാവിലെ 8:30 ജപ്പാൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ വരുന്നുണ്ട്. 0.5 ഇപ്പോൾ നിലവിൽ ഫോർകാസ്റ്റ്. 0.5 തന്നെയാണ്. അത് റേറ്റൊന്നും കട്ട് പ്രതീക്ഷിക്കേണ്ട. അതേപോലെ തന്നെ അന്ന് മിഡ്നൈറ്റ് 11:30 USA ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ വരുന്നുണ്ട്. അതിലും ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കട്ടൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. അന്ന് തന്നെ USA FOMC പ്രൊജക്ഷൻസ് വരുന്നുണ്ട്. 11:50 PM ഫെഡ് പ്രസ് റിലീസ്. ഇനി വ്യാഴാഴ്ച വൈകുന്നേരം 5:30 BOE ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ വരുന്നുണ്ട്. അതും വെറുതെ ഒരു ഡിസിഷൻ തന്നെയാണ്. പിന്നെ വെള്ളിയാഴ്ച രാവിലെ 5 മണിക്ക് ജപ്പാൻ്റെ ഇൻഫ്ലേഷൻ ഡാറ്റ വരുന്നുണ്ട്. അത് 4% നിലവിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത് 4.2. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾക്ക് നെക്സ്റ്റ് വീക്ക് ശ്രദ്ധിക്കാനുള്ളത്. നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് വരുമ്പോൾ നോക്കൂ, 22,383 ചാർട്ടിൽ നിൽക്കുന്നത്. 22,397 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഈ ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമാണ്. ഇതൊരു ഡബിൾ ടോപ്പ് ക്രിയേറ്റ് ചെയ്ത് താഴത്തേക്ക് വന്നിരിക്കുകയാണ്. ഇത് വരികയാണെങ്കിൽ തന്നെ ഒരു പക്ഷേ ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്ത് പോകാം 22,300. ഓക്കെ, അല്ലാത്ത പക്ഷം താഴെ വരികയാണെങ്കിൽ 22,250 ഒരു സപ്പോർട്ടായിട്ട് റിയാക്റ്റ് ചെയ്യുക. ഓക്കെ, അതിനും താഴെ വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് സപ്പോർട്ട് 22,150 ആ ഒരു റേഞ്ചിൽ. അവിടെ നിന്നും താഴെ വന്നാലാണ് ഫർദറായിട്ട് 21,300 എന്നുള്ള ആ ഒരു റേഞ്ചിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുള്ളൂ. അല്ലാത്ത പക്ഷം നിഫ്റ്റി ഇവിടെ നിന്നും, അതായത് കൂടുതലും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഈ ഒരു ബോട്ടം 22,300 ലെവലിൽ ഇപ്പോൾ ഒരുപാട് തവണയായി ഇപ്പോൾ ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് റിവേഴ്സ് ചെയ്യുന്നു. അപ്പോൾ വീണ്ടും ഇവിടെ നിന്ന് തന്നെ ഇപ്പോൾ നാളെ ഓപ്പൺ ചെയ്തതിന് ശേഷം, ഇപ്പോൾ സ്ട്രൈറ്റ്ലി റെഡിലാണല്ലോ ക്ലോസ് ചെയ്തിരിക്കുന്നത്, ഇതുവരെ വന്ന് സപ്പോർട്ട് എടുത്തതിന് ശേഷം പെർഫെക്റ്റായിട്ട് മുകളിലേക്ക് പോകും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഇവിടെ നിന്ന് സപ്പോർട്ട് എടുക്കുന്ന പക്ഷം നല്ല സ്റ്റോക്കുകൾ നോക്കിയിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. മീൻസ് ഒരു ഷോർട്ട് ടൈം, ഒരു സ്വിംഗ് ട്രേഡ് എന്നുള്ള രൂപത്തിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തത് നമുക്കൊരു ട്രെൻഡ് ലൈന് വരയ്ക്കുകയാണെങ്കിലും നോക്കൂ, ട്രെൻഡ് ലൈന് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ലൈനിന് മുകളിൽ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ 22,700 എന്നുള്ളതാണ് നെക്സ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുക. 22,700 ലെവൽ, 22,650, 700 ലെവൽ. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞിരുന്നു 22,650 to 700 ആ ഒരു ലെവലായിരിക്കും റെസിസ്റ്റൻസ്. അതിന് മുകളിൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 22,850 ആ റേഞ്ചിലൊക്കെ പോകാനുള്ള സാധ്യതയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ചാർട്ട് അനലൈസ് ചെയ്യുമ്പോൾ. നമ്മുടെ ലാസ്റ്റ് സെഷൻ തേഴ്സ്ഡേ ആയിരുന്നു. വ്യാഴാഴ്ച നമ്മുടെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ ഒന്നും തന്നെ ആക്റ്റീവായിട്ടില്ല. നോക്കൂ, ആ ഒരു സൈഡ് വെയിലത്തൂടെ തന്നെ, അതായത് കഴിഞ്ഞ ഞായറാഴ്ചയുടെ നമ്മുടെ വീഡിയോ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. നെക്സ്റ്റ് വീക്ക് ഒരു സൈഡ് വേല ആണ് കൂടുതൽ സാധ്യത എന്നാണ് പറഞ്ഞത്. അതേപോലെ തന്നെയാണ് ഏകദേശം ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചില ദിവസങ്ങളിൽ വന്നു എന്നതിനപ്പുറം ഒരു സൈഡ് വേ മോഡിൽ തന്നെ ആയിരുന്നു. ടോട്ടലി മാർക്കറ്റ് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ
ഒരു സൈഡ് വേ തന്നെയായിരുന്നു കൃത്യമായിട്ടും. അതുകൊണ്ട് തന്നെ നോക്കും നമുക്ക് റെഡി ആയിട്ടില്ല, നമുക്ക് ആക്റ്റീവായിട്ടില്ല. നമുക്ക് വരും ദിവസങ്ങളിലും സപ്പോർട്ടായിട്ട് ഇത് തന്നെ വെച്ചാൽ മതി. കാരണം ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്തിട്ട് തിരിയാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അങ്ങനെ തിരിയുന്ന പക്ഷം നമുക്ക് റെസിസ്റ്റൻസ് ലെവൽ വേണമെങ്കിൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് വാച്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, 22,500. ഓക്കെ, 22,500 നിന്നും 500 നമുക്ക് റെസിസ്റ്റൻസ് ലെവലും 22,300 സപ്പോർട്ട് ലെവലും 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ നോക്കാവുന്നതാണ്. അതേസമയം 1 അവർ ടൈം ഫ്രെയിമിലേക്ക് നമ്മൾ മാറ്റിക്കഴിഞ്ഞിട്ട് ഈ റെസിസ്റ്റൻസ് ലെവൽ എന്നുള്ളത് ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കാം. 22,580 സപ്പോർട്ട് എന്ന് പറയുന്നത് 22,230. ഓക്കെ, അപ്പം നിഫ്റ്റിയിൽ നമുക്ക് ഇങ്ങനെ നാളെ വാച്ച് ചെയ്യാവുന്നതാണ്. അടുത്തത് ബാങ്ക് നിഫ്റ്റിയാണ്. ബാങ്ക് നിഫ്റ്റി നമ്മൾ റെസിസ്റ്റൻസ് ലെവൽ 48,225 230 മുകളിലായിരുന്നു. നമുക്ക് ഇവിടെയാണ് അന്ന് ഓപ്പൺ ചെയ്തത്. അതായത് 13-ാം തീയതി ഓപ്പൺ ചെയ്തതിന് ശേഷം 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ നമുക്ക് ഇവിടെ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നിന്നും ഇത് പിടിക്കുകയാണെങ്കിൽ നമ്മുടെ റെസിസ്റ്റൻസ് ലെവലിൽ നിന്നും 120ഓളം പോയിൻ്റ് മുകളിലേക്ക് വന്നിട്ടുണ്ട്. ഒരു ചെറിയ ട്രേഡ് എടുക്കുന്നവർക്ക് ഒരു ചെറിയ പ്രോഫിറ്റ് ആയിരിക്കാം. ഓക്കെ, അപ്പോൾ അത് നമുക്കൊരു പോസിറ്റീവ് പോയിൻ്റായിട്ട് കണക്കാക്കാം. അതായത് ആക്ടിവേറ്റ് ആയി എന്നുള്ളത് നമുക്ക് സ്ഥിരപ്പെടുത്താം ഇവിടെ. ഇനി നമുക്ക് കണ്ടിന്യൂ ആയിട്ട് പറയുകയാണ്. നമുക്ക് നാളേക്കുള്ള സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകളാണ് പറയാൻ പോകുന്നത്. നമുക്ക് സപ്പോർട്ടായിട്ട് ഇത് തന്നെ മതിയാവും, 47,850. ഓക്കെ, റെസിസ്റ്റൻസ് ഈ ഒരു റേഞ്ചിൽ തന്നെ മതിയാവും, 48,230. ഓക്കെ, 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ ഇങ്ങനെ ശ്രദ്ധിക്കാം. 1 അവറിലേക്ക് വരുമ്പോൾ നമുക്ക് സപ്പോർട്ടായിട്ട് 47,710 റെസിസ്റ്റൻസ് ഈ ഒരു ലെവലിൽ 48,350. അപ്പോൾ 1 അവറിൽ നമുക്ക് ഇങ്ങനെ വാച്ച് ചെയ്യാവുന്നതാണ്. സെൻസെക്സിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ വ്യാഴാഴ്ച നോക്കൂ, നമുക്ക് ആക്റ്റീവ് ആയിട്ടില്ല. ജസ്റ്റ് ഒന്ന് ബ്രേക്കൗട്ട് നടത്തിയെങ്കിലും തിരിച്ച് താഴേക്ക് വരിക തന്നെയാണ് ചെയ്തത്. നമുക്കിവിടെ ഒരു അവസരം ലഭിച്ചിട്ടില്ല. ഓക്കെ, ജസ്റ്റ് ക്രോസ് ചെയ്തു. പക്ഷേ 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ മുകളിലോട്ട് പോയിട്ടില്ല. ഒരു പക്ഷേ ട്രേഡ് ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ ഇവിടെ നിന്നായിരിക്കാം എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ 90-100 പോയിൻറ്റിൻ്റെ റാലിയാണ് നടത്തിയിട്ടുള്ളൂ. നേരെ തിരിച്ച് താഴേക്ക് വരികയാണ് ചെയ്തത്. ഒരു പക്ഷേ ഇവിടെ ട്രേഡ് എടുത്ത് ഇവിടെ എക്സിറ്റ് അടിക്കാത്തവർക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടുണ്ടാവാം. ഓക്കെ, അപ്പോൾ നമുക്ക് സെൻസെക്സിൽ രണ്ടും പറയാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണുള്ളത്. നമുക്ക് നാളേക്ക് 73,590 സപ്പോർട്ട് തന്നെയാണ്. 73,590 സപ്പോർട്ടും നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ട് 74,090 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ റെസിസ്റ്റൻസ് ആയിട്ട് വയ്ക്കാം. 1 അവറിലേക്ക് മാറ്റുമ്പോൾ 74,405 റെസിസ്റ്റൻസും 73,370 സപ്പോർട്ടും. അപ്പോൾ സെൻസെക്സിൽ നമുക്ക് ഇങ്ങനെ വാച്ച് ചെയ്യാം. ഈ 3 ഇൻഡെക്സുകളും നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ആഡ് ചെയ്യുക. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഇതുപോലെ നോക്കി വരയ്ക്കുക. നാളെ അത് ബ്രേക്കൗട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെ റെസ്പെക്റ്റ് ചെയ്ത് തിരിച്ച് റിട്ടേൺ വരികയോ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കി പഠിക്കുക. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.